ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തിരുവനന്തപുരത്ത് വന്നപ്പോൾ എനിക്ക് വേദിയിൽ ഇരിപ്പിടം ലഭിച്ചത് പെട്ടെന്ന് നമുക്ക് കേൾക്കാം എന്താന്ന്. അധ്യക്ഷന്മാരിൽ ഒരാളായതുകൊണ്ടാണ്. എനിക്ക് രാഷ്ട്രീയം പുതിയതാണ്. 33.5 വർഷം പരിശീലിച്ചതും ചെയ്തതും ഒക്കെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ കടമയായിരുന്നു. വളരെയധികം VVIP ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. മാഡം, കേരളത്തിലെ ആളുകൾക്ക്, അതായത് മാധ്യമങ്ങൾക്കായിക്കോട്ടെ എതിർപക്ഷക്കാർക്കായിക്കോട്ടെ, മാഡം പുതിയ എൻട്രിയാണ്. അപ്പൊ മാഡത്തിന് മുകളിലാണെങ്കിൽ മൊത്തം ശ്രദ്ധ ഇരിക്കണം, അത് മാഡം ശ്രദ്ധിക്കണം. പ്രധാനമന്ത്രി വേദിയിലേക്ക് വരുമ്പോൾ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള സ്ഥാനത്ത് ഇരിക്കുക, അവിടെ തന്നെ നിലയുറപ്പിക്കുക എന്നതാണ് പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടത്. മാഡം പറഞ്ഞത് ശരിയാ. കാരണം എക്സ് സർവീസിൽ ഉണ്ടായിരുന്ന ആള് പോലീസ്, ബാക്കിയുള്ളവരൊന്നും പോലീസുകാരല്ല, അതുകൊണ്ട് അവർക്ക് അങ്ങോട്ട് ഓടി. പക്ഷെ മാഡം ആ നിലയുറപ്പിച്ച് അവിടെ തന്നെ ആ ഏരിയയിൽ നിന്നത് അതുകൊണ്ടാണ്. അതായത് 33 വർഷത്തെ ആ സർവീസിന്റെ ഒരു അച്ചടക്കത്തോടെയാണ് മാഡം അവിടെ നിന്നത്. അങ്ങോട്ടേക്ക് ക്ഷണിച്ചാലല്ലാതെ പോകരുത് എന്നുള്ള ഒരു പരിശീലനം എനിക്ക് ലഭിച്ചിരുന്നത് കൊണ്ടായിരിക്കാം ഞാൻ എന്റെ സ്ഥാനത്ത് മാത്രം. അതാണ് ക്ഷണിക്കാത്ത സദ്യ, ക്ഷണിക്കാത്ത വീട്, ക്ഷണിക്കാത്ത വേദിയിലെ ഇടം, അതിലേക്ക് പോരുത് എന്നുള്ളത് ട്രെയിനിങ് കിട്ടിയോണ്ടാണ് ആ ക്ഷണിക്കാത്ത ഇടത്തിലേക്ക് നമ്മൾ പോകാണ്ടിരുന്നത്. കയറി വന്ന അദ്ദേഹം അതേ എൻട്രൻസിലോട്ട് പോകുമ്പോൾ ഞാൻ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ നിന്നത്. മാധ്യമ ചാനൽ എനിക്ക് ഇന്നലെ കണ്ടപ്പോഴേ തോന്നി മാഡം, അത് മാഡം പറഞ്ഞത് ശരിയാ. മാഡം മൂപ്പര് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു, പ്രധാനമന്ത്രി പോയിട്ട് അങ്ങോട്ട് ഇറങ്ങാന്ന് മാഡം. ഇത് ശരിയാ, ഇത് കറക്റ്റാ. ഇതിലാരും വെറുതെ തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേഖ, എപ്പോഴും BJPക്കൊപ്പം. ചാനലുകാർ സോഷ്യൽ മീഡിയ ഒന്നും വെറുതെ തെറ്റിദ്ധരിക്കണ്ട എന്ന് മാഡം എന്നും BJPയോടൊപ്പം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വിശദീകരണം. ഞാൻ അടുത്ത പരിപാടി വന്നാൽ നമുക്ക് അടുത്ത സെഗ്മെന്റ് തുടങ്ങാം.